ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോടൻ സ്റ്റൈൽ കടുമാങ്ങ കറി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 മാങ്ങ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ആണ് കേട്ടോ അധികം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിന് പകരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ചമാങ്ങ ഉള്ളവർക്കൊക്കെ ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാങ്ങയൊക്കെ മുങ്ങി നിൽക്കുന്നതിൽ കുറച്ച് വെള്ളം വേണം, കാരണം മാങ്ങ നന്നായിട്ട് വെന്ത് വരണം. എനിക്കിവിടെ മാങ്ങ വേവാനായിട്ട് 10 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെള്ളം ഇല്ലാണ്ട് വറ്റിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിൽ ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ല. അപ്പം മധുരമായിട്ട് കഴിക്കുന്നവർക്ക് ശർക്കര ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൽ അലിഞ്ഞ് നല്ല സെറ്റായി നല്ല ടേസ്റ്റിൽ വരും. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്, സാധാ ഓയിൽ യൂസ് ചെയ്യരുത്. ഓക്കെ. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, അത് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ മാങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാങ്ങേൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഒന്നുമില്ലെങ്കിൽ ആ മാങ്ങ എടുത്തിട്ട് വേഗം അങ്ങോട്ട് കറി വെക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ശർക്കരേൻ്റെ പകരം കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പം ഷുഗർ ആഡ് ചെയ്ത് നല്ലോണം അലിയിച്ചിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ട്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറൊക്കെ പോകുന്നത് അറിയില്ല കേട്ടോ. ഒരു പപ്പടം ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.